ചാപ്റ്റർ 2 ന്യൂട്രീഷൻ ഇൻ ആനിമൽസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്റർ 1 നമ്മൾ ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. എങ്ങനെയാണ് സസ്യങ്ങളിലുള്ള ന്യൂട്രീഷൻ, എങ്ങനെയാണ് സസ്യങ്ങൾക്ക് ഫുഡ് കിട്ടുന്നത്, എങ്ങനെയാണ് സസ്യങ്ങളുടെ ശരീരം, സസ്യങ്ങൾ ആ ഫുഡിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആനിമൽസിനെ കുറിച്ചാണ്. എന്താണ് ആനിമൽ ന്യൂട്രീഷൻ, എങ്ങനെയാണ് വ്യത്യസ്ത ആനിമൽസിൽ ഈ ന്യൂട്രീഷൻ വർക്കൗട്ട് ആവുന്നത്, എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആനിമൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ദ മോഡ് ഓഫ് ടേക്കിംഗ് ഫുഡ് ബൈ ആൻ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് യൂട്ടിലൈസേഷൻ ഇൻ ദി ബോഡി. ഒരു ഓർഗാനിസം, ഏതെങ്കിലും ഒരു ജീവി പുറത്തു നിന്നുള്ള ഫുഡ് അതിൻ്റെ ശരീരത്തിനുള്ളിലേക്ക് എത്തിക്കുകയും ആ ജീവിയുടെ ശരീരം ആ ഫുഡിനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ടോട്ടൽ പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് വിളിക്കുന്നത്. ദ മോഡ് ഓഫ് ടേക്കിംഗ് ഫുഡ്, ഏത് രീതിയിലാണ് ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുന്നത്. ഓരോന്നും വ്യത്യസ്ത രീതിയിലായിരിക്കും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെയുള്ള ഈച്ച ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെയുള്ള ഉറുമ്പ് കഴിക്കുന്നത്, ഓരോ ജീവിയും ഭക്ഷണം കഴിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അതിനനുസരിച്ചാണ് അതിൻ്റെ ശരീരം അത് യൂട്ടിലൈസ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന അതേപോലത്തെ ഡൈജഷൻ പ്രോസസ്സ് ആയിരിക്കില്ല മറ്റോരോ ജീവികളിലും ഉണ്ടാവുക. പശു പുല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പശു പുല്ല് കിട്ടുന്ന സമയത്ത് കുറേ അധികം പുല്ല് ഒരുമിച്ച് അങ്ങോട്ട് കഴിക്കും, എന്നിട്ട് പിന്നീട് അത് വീണ്ടും ഒന്നുകൂടെ ചവച്ചരച്ച് കഴിക്കും. വേറെ രീതിയിലുള്ള ന്യൂട്രീഷനാണ്. ഓരോ ജീവിയുടെയും ന്യൂട്രീഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അതിനെയാണ് നമ്മൾ ആനിമൽ ന്യൂട്രീഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ലേബലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോഡ് ഓഫ് ടേക്കിംഗ് ഫുഡ് ബൈ ആൻ ഓർഗാനിസം ആൻഡ് യൂട്ടിലൈസേഷൻ ഇൻ ദി ബോഡി. നമ്മൾ മുൻപ് പഠിച്ചതുപോലെ ആനിമൽസിന് ഭക്ഷണം കിട്ടുന്നത് ഒന്നുകിൽ ഡയറക്റ്റായിട്ട് പ്ലാന്റ്സിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പ്ലാന്റ്സിൽ നിന്നാണ്. എന്തായാലും പ്ലാന്റ്സിൽ നിന്ന് മാത്രമേ എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം കിട്ടൂ. നമ്മൾ മുമ്പ് പഠിച്ചതാണ്, പ്ലാന്റ്സിന് പ്രൊഡ്യൂസേഴ്സ് എന്നാണ് വിളിക്കുക. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ച് സ്വയം ഭക്ഷണം ചെയ്യുകയാണ് പ്ലാന്റ്സ്. അതുകൊണ്ടാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നത്. ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക പ്ലാന്റ്സിന് മാത്രമാണ്. ആ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച ഫുഡ് യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ്, ഉപയോഗിക്കുക എന്നുള്ളതാണ് ആനിമൽസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ചോറ്, അരി നമ്മൾ ഭക്ഷണമാക്കാറുണ്ട്, പഴങ്ങൾ നമ്മൾ ഭക്ഷിക്കാറുണ്ട്, ഇലക്കറികൾ നമ്മൾ ഭക്ഷിക്കാറുണ്ട്. ഇതൊക്കെ പ്ലാന്റ്സിനെ ഡയറക്റ്റായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാണ്, ഡയറക്റ്റായിട്ട് നമ്മൾ ആഹാരമാക്കി മാറ്റുകയാണ്. എന്നാൽ അതേസമയം നമ്മൾ ഇറച്ചി ഭക്ഷിക്കാറുണ്ട്. ഇറച്ചി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ്ലി പ്ലാന്റ്സിനുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഇറച്ചി ഭക്ഷിക്കുന്ന മൃഗം അത് സസ്യത്തെ ഭക്ഷിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ പ്ലാന്റ്സുമായിട്ട് ഒന്നുകിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് നമ്മളുടെ ഫുഡ് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. ഇനി ആനിമൽ ന്യൂട്രീഷനിൽപ്പെട്ട പ്രധാന ഘടകങ്ങൾ, ഒന്ന് ന്യൂട്രിയൻ റിക്വയർമെൻറ്റ്, മറ്റൊന്ന് മോഡ് ഓഫ് ടേക്കിംഗ് ഫുഡ് ആൻഡ് ഇറ്റ്സ് യൂട്ടിലൈസേഷൻ ഇൻ ദി ബോഡി. എന്താ ന്യൂട്രിയൻ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ശരീരത്തിന് ന്യൂട്രിയൻസ് ആവശ്യം വരണം, അല്ലേ? അങ്ങനെ ആവശ്യമുണ്ടെങ്കിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ്, അതേപോലെ അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും അതിൻ്റെ ഡൈജഷൻ പ്രോസസ്സ് നടക്കുകയും ചെയ്യും. അപ്പോൾ ഇത് മൊത്തത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓരോ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ പോകും. ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ബൈ വിച്ച് കോംപ്ലക്സ് ഫുഡ് സബ്സ്റ്റൻസ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസസ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് സബ്സ്റ്റൻസുകളൊക്കെ കോംപ്ലക്സ് സബ്സ്റ്റൻസ്. എന്താ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ? സങ്കീർണമായ, അല്ലേ? നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ കഴിയുക വളരെ സിമ്പിളായിട്ടുള്ള കോമ്പൗണ്ടുകൾ. ഗ്ലൂക്കോസ് എന്ന് പറയും. ഗ്ലൂക്കോസ് കേട്ടിട്ടില്ലേ? ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കോമ്പണൻറ്റ്. നമ്മൾ കഴിക്കുന്ന അരിയിൽ ഗ്ലൂക്കോസ് ഉണ്ട്, പക്ഷേ ഗ്ലൂക്കോസ് ഡയറക്റ്റ് വെറും ഗ്ലൂക്കോസ് അല്ല, അതിനെ നമ്മുടെ ശരീരം മാറ്റി ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? നമ്മൾ പലതും അങ്ങനെയാണ് നമ്മൾ ഭക്ഷിക്കാറ്. ഡയറക്റ്റ് നമുക്ക് ഭക്ഷിക്കാൻ കഴിയാത്ത പല സാധനങ്ങളുണ്ട്. ഉദാഹരണം അത്തിപ്പഴം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ നാട്ടിലൊക്കെ അത്തിപ്പഴം ഉണ്ടാവാറുണ്ട്, പക്ഷെ അത് നമുക്ക് കഴിക്കാൻ കഴിയില്ല. അത് കഴിക്കണമെങ്കിൽ നമ്മൾ തിന്നുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കണമെങ്കിൽ വളരെ കോംപ്ലക്സ് പ്രോസസ്സുകളുണ്ട്. ചെറീസ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
ആ ചെറീസ് എന്ന് പറയുന്ന സാധനം നമുക്ക് കഴിക്കണമെങ്കിൽ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കണമെങ്കിൽ കുറേ കോംപ്ലക്സ് ആയ പ്രോസസ്സുകളുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് തിന്നാൻ പറ്റിയ രീതിയിലേക്ക് ആ വസ്തുവിനെ മാറ്റാൻ തന്നെ നമ്മൾ കുറേ പ്രോസസ്സുകൾ ചെയ്യാനുണ്ട്. അരി നമ്മൾ നെല്ലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ നെല്ല് നമുക്ക് ഡയറക്റ്റ് തിന്നാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അരിയാക്കണം, അരിയെ വേവിക്കണം, വേവിച്ചിട്ട് നമുക്ക് തിന്നാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ശരീരവും. നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന സാധനം എത്തിക്കഴിഞ്ഞാൽ അതിനെ ഗ്ലൂക്കോസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. ആ പ്രോസസ്സിനാണ് നമ്മൾ ഡൈജഷൻ എന്ന് വിളിക്കുക. അതുപോലെ പ്രോട്ടീൻസ് ഉണ്ട്, മറ്റു പല സാധനങ്ങളും നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിനൊക്കെ മറ്റു പല കോംപ്ലക്സ് സിമ്പിൾ സബ്സ്റ്റൻസുമായിട്ട് മാറ്റിയിട്ട് ആ സബ്സ്റ്റൻസിനാണ് നമ്മുടെ ശരീരം യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ഇങ്ങനെ സിമ്പിൾ സബ്സ്റ്റൻസ് ആക്കി മാറ്റി അതിലുള്ള വേസ്റ്റൊക്കെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഡൈജഷൻ എന്ന് വിളിക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഡിഫറെൻറ്റ് വേസ് ഓഫ് ടേക്കിംഗ് ഫുഡാണ്. ഓരോ ജീവിയും വ്യത്യസ്ത രീതിയിലാണ് ഫുഡിനെ ഉള്ളിലേക്ക് എടുക്കുന്നത്. ഓരോ ജീവിയും ഇപ്പം എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ സ്നെയിൽ, ഒച്ച്, ഉറുമ്പ്, പരുന്ത്, കുറേ ജീവികൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചിലതൊക്കെ ചവച്ചരച്ച് തിന്നും. സ്നെയിൽ ച്യൂയിങ് ആണ്. ആൻഡ് ഇൻസെക്റ്റുകളൊക്കെ സ്ക്രാപ്പിംഗ് ആണ്. ഈഗിൾ സ്വാലോയിങ് ആണ്. ഹമ്മിങ് ബേർഡ്, ലൈസ്, മോസ്കിറ്റോ, ബട്ടർഫ്ലൈ ഒക്കെ സക്കിങ് ആണ്. ഓക്കെ, ഓരോന്നും വ്യത്യസ്ത രീതിയിലാണ് ഫുഡ് എടുക്കുന്നത് അല്ലേ? അപ്പോൾ ഈച്ച ബ്രോയിങ്, ഓരോന്നും വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ ചിലത് നാവുകൊണ്ട് നക്കി കൂടി. ഈച്ചയൊക്കെ നിങ്ങൾ നന്നായിട്ട് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അതിങ്ങനെ നാവ് പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ നക്കിട്ടേക്കും കഴിക്കുന്നുണ്ടാവാം. ഇപ്പോൾ തേനീച്ചയും ഉറുമ്പൊക്കെ വലിച്ചെടുക്കുകയാണ്, സക്കിങ് ആണ് അല്ലേ? കൊതുക് നമ്മളെ ശരീരത്തിലേക്ക് അതിൻ്റെ കൊമ്പിറക്കും, എന്നിട്ട് സിറിഞ്ച് വെച്ച് നമ്മൾ ബ്ലഡ് എടുക്കുന്ന പോലെ എടുക്കും. പരുന്തൊക്കെ സ്വാലോവിങ് ആണ്, വിഴുങ്ങാണ് ചെയ്യുക. അപ്പോൾ ഓരോ ജീവിയും വ്യത്യസ്ത രീതിയിലാണ് അതിൻ്റെ ന്യൂട്രീഷൻ ഉള്ളിലേക്ക് എടുക്കുന്നത്. ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അത് ആ ന്യൂട്രീഷൻ ആ ഫുഡിന് സംഭവിക്കുന്നത് വ്യത്യസ്ത പ്രോസസ്സുകളാണ്. അതിൻ്റെ ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും വ്യത്യസ്തമായ കുറേ ഘടകങ്ങളിലൂടെ ഫുഡ് കടന്നു പോകും. കുറേ ജീവികളുടെ ചിത്രങ്ങളാണ്, നിങ്ങൾക്ക് പരിചയമുള്ള സാധനങ്ങളാണ്. നിങ്ങൾ ഈ ഓരോ ജീവിയെയും നിങ്ങളൊന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ മതി കൃത്യമായിട്ട്. കൊതുക് വന്ന് നമ്മളെ കടിക്കുമ്പോൾ അതിനെ അടിച്ചോടിക്കാതെ കുറച്ച് സമയം ക്ഷമയോടുകൂടെ കാത്തു നിന്നാൽ എങ്ങനെയാണ് കൊതുക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നതെന്ന് കാണാൻ പറ്റും. ഈച്ചയെ കാണുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ നോക്കിയാൽ മതി, ഈച്ചയുടെ നാവ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടാവും. ഓരോ ജീവിയും ഫുഡ് ഉള്ളിലേക്ക് എടുക്കുന്ന വ്യത്യസ്തമായ രീതിയിലൂടെയാണ്. വ്യത്യസ്ത തരം ഫുഡുകളാണ് കഴിക്കുന്നത്. കൊതുക് ചിക്കൻ ബിരിയാണി കഴിക്കാറില്ല. കൊതുക് കഴിക്കുന്നത് നമ്മുടെ ബ്ലഡാണ്. അതിനതേ ഡൈജസ്റ്റ് ആവുള്ളൂ. നമ്മൾ പ്ലാവിൻ്റെ ഇലയോ അല്ലെങ്കിൽ പച്ചപ്പുല്ലോ നമ്മൾ കഴിക്കാറില്ല, നമുക്ക് ഡൈജസ്റ്റ് ആവില്ല. നമ്മൾ ചക്ക എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ഉള്ളിലുള്ള ഭാഗം നമ്മൾ കഴിക്കുക. ചക്കക്കുരാണ് നമ്മൾ വേവിച്ചിട്ടാണ് കഴിക്കല് സാധാരണ. അതിൻ്റെ ഔട്ടർ ഇതൊന്നും നമുക്ക് ഡൈജസ്റ്റ് ആവില്ല. എന്നാൽ പശുവിന് അത് ഡൈജസ്റ്റ് ആവും. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഓരോ ജീവിയും കഴിക്കുന്ന ഫുഡ് വ്യത്യസ്തമാണ്. പൂമ്പാറ്റ അല്ലെങ്കിൽ ഹമ്മിങ് ബേർഡൊക്കെ തേനാണ് എൻ്റെ ഭക്ഷണമാക്കാറ്. പരുന്ത് സാധാരണ അതിന് തേൻ കുടിക്കാൻ നിൽക്കാറില്ല, അഥവാ എന്തെങ്കിലും വലിയ ജീവിയെ പിടിച്ച് വിഴുങ്ങാറാണ് പതിവ്. അപ്പോൾ ഓരോ ജീവിയും വ്യത്യസ്ത തരം ഫുഡുകളാണ് കഴിക്കുന്നത്. അതിന് ഇൻടേക്കിംഗ് വ്യത്യസ്തമാണ്. അതുപോലെ അതിന് സംഭവിക്കുന്ന ഡൈജഷൻ പ്രോസസ്സുകൾ ഒക്കെ വ്യത്യസ്തമാണ്. നമ്മൾ ഓരോ ജീവികളുടേത് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മനുഷ്യൻ്റെ ഡൈജഷനെ കുറിച്ചാണ്. ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാ ആളുകളും നോക്കുക. ഏതൊക്കെ എന്താണ് ആനിമൽ ന്യൂട്രീഷൻ, അതേപോലെ എന്തൊക്കെയാണ് ന്യൂട്രിയൻ റിക്വയർമെൻറ്റ്സ്, ഓരോ ഡൈജഷൻ എന്താണ്, ഓരോ ജീവിയും ഏത് രീതിയിലാണ് ഫുഡ് ഉള്ളിലേക്ക് എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡൈജഷൻ ഇൻ ഹ്യൂമൻ ഡിസ്കസ് ചെയ്യാം.